അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിന്റെ തജ്വീദ്, ലിസാനുൽ ഖുർആൻ എന്നീ വിഷയങ്ങളിൽ കഴിഞ്ഞ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. നൂസിലു ബിൽ മുനാസിബി. അപ്പൊ താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. ഒന്നാമത്തെ ചോദ്യം, എല്ലാ ദിവസവും നാം ഓതണം. ആദ്യം നമുക്ക് ആ ബ്രാക്കറ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഹംസത്തുൽ വസ്ലി തഖ്നുതു, ഖുർആൻ, ഹംസത്തുൽ ഖത്അ യഖ്റഉ. അപ്പോൾ ഒന്നാമത്തത് എല്ലാ ദിവസവും നാം ഓതണം എന്നുള്ളതിനോട് യോജിച്ചത് ഏതാണ്? ഖുർആൻ ആണ്. അപ്പൊ ആ ബ്രാക്കറ്റിൽ നിന്നും ഖുർആൻ എന്നുള്ളത് എടുത്തെഴുതുക. രണ്ടാമത്തത് കാനത്തിൽ ഉമ്മു. എന്താണ് വേണ്ടത്? തഖ്നുതു എന്നുള്ളതാണ്. കാനത്തിൽ ഉമ്മു, ഉമ്മ ആയി. തഖ്നുതു, കുനൂത്ത് ഓതുന്നവളായി. അപ്പൊ ബ്രാക്കറ്റിൽ നിന്നും തഖ്നുതു എന്നുള്ളത് എടുത്തെഴുതുക. മൂന്നാമത്തത് വഹ്ഷൗനി എന്നതിലെ ഹംസ ഏതാണ്? ഹംസത്തുൽ വസുലാണ്. അപ്പൊ ഹംസത്തുൽ വസുൽ എന്നുള്ളത് എടുത്തെഴുതുക. നാലാമത്തത് ഇന്ന അബീ, തീർച്ചയായും എന്റെ പിതാവ്. യഖ്റഉ, അവിടെ യഖ്റഉ എന്നുള്ളതാണ് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്ത് എഴുതാനുള്ളത്. യഖ്റഉ എന്ന് പറഞ്ഞാൽ ഓതും. അഞ്ചാമത്തത് ഇയ്യാക നഅ്ബുദു എന്നതിലെ ഹംസ എന്താണ്? ഹംസത്തുൽ ഖത്അ ആണ്. അപ്പൊ ഹംസത്തുൽ ഖത്അ എന്നുള്ളത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. രണ്ടാമത്തത് നലഉ അലാമത്ത സ്വഹീഹി അലൽ മുനാസിബി. അപ്പൊ താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനും 3 വീതം ഓപ്ഷൻസും നൽകിയിട്ടുണ്ട്. ശരിയായതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം, ജുനൈദുൻ വ നബീലുൻ തഖ്റുജു ഖറജ ഖറജ. അല്ലെ, 2 പേരാണ്, അതുകൊണ്ട് എന്താണ്? ഖറജ എന്ന് വരും. അപ്പൊ ഖറജ എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ജുനൈദുൻ നബീലും എന്ത് ചെയ്തു? പുറപ്പെട്ടു. ആ 2 പേരും പുറപ്പെട്ടു. രണ്ടാമത്തെ ചോദ്യം, വഖഫ് ലാസിമിന്റെ അടയാളം ഏതാണ്? ത്വാ, ഖാഫ്, മീം. അല്ലെ, മീം എന്നുള്ളതാണ്. അപ്പൊ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തെ ചോദ്യം, ജുമാനത്തുൻ വ ലബീബത്തുൻ ഖറഅതി ഖറഅതാ ഖറഅതു. അല്ലെ, 2 സ്ത്രീകളാണ്. അപ്പൊ അവിടെ ഖറഅതാ എന്നുള്ളതാണ് വേണ്ടത്. അപ്പൊ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ജുമാനയും ലബീബയും അവർ 2 പേരും എന്ത് ചെയ്തു? ഓതി. ഇനി നാലാമത്തത് ലമ്മിനെ സൂചിപ്പിച്ചു ചുണ്ട് കൂട്ടൽ. ഇഷ്മാം, ഇമാലത്ത്, ഇത്തുബാഖ്. ഏതാണ്? ഇഷ്മാമാണ്. അപ്പൊ ഇഷ്മാം എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തത് യാ അയ്യുഹൽ ബനാത്തു ഹൽ സ്വല്ലൈതും സ്വല്ലൈതു സ്വല്ലൈതുന്ന. യാ അയ്യുഹൽ ബനാത്തു, ഏ പെൺകുട്ടികളെ. ഹൽ സ്വല്ലൈതുന്ന, നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടോ? അപ്പൊ അവിടെ സ്വല്ലൈതുന്ന എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനം, നക്തുബുൽ മുസന്ന വൽ ജംഅ വൽ മുഫ്രദ് വൽ മുതക്കല്ലിം. അപ്പൊ താഴെ ഒരു ഫിഅല് നൽകിയിട്ടുണ്ട്. അതിന്റെ മുസന്നയും ജംഉം മുഫ്രദുൽ മുതക്കല്ലിമും എന്ത് ചെയ്യണം? അവിടെ എഴുതി കൊടുക്കണം. ഒന്നാമത്തത് നോക്കാം. ദഹബ. ദഹബയുടെ മുസന്ന എങ്ങനെ വരും? ദഹബ എന്ന് വരും. ജംഅ ദഹബു. മുഫ്രദ് മുതക്കല്ലിം ദഹബ്തു. രണ്ടാമത്തത് തൽഅബീന. തൽഅബീന എന്നതിന്റെ മുസന്ന തൽഅബാനി. ഇനി അതിന്റെ ജംഅ തൽഅബ്ന. മുഫ്രദ് മുതക്കല്ലിം അൽഅബു. ഇനി നാലാമത്തെ പ്രവർത്തനം, വഖഫിന്റെ അടയാളങ്ങൾ എഴുതാം. അപ്പൊ താഴെ 6ഓളം വഖഫുകളുടെ പേര് നൽകിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ അടയാളങ്ങൾ എഴുതുക. ഒന്നാമത്തത് അൽ വഖഫുൽ ഔല. എങ്ങനെയാണ്? അവിടെ നൽകിയത് കണ്ടല്ലോ, ഒരു ഖില എന്നുള്ള അടയാളമാണ്. രണ്ടാമത്തത് വഖഫ് ജായിസ്, ജീം. അല്ലെ, വഖഫ് മുത്ലഖ്, ത്വാ. അൽ വസ്ലുൽ ഔല, ഒരു സില എന്നിട്ടുള്ള ഒരു അടയാളമാണ്. അടുത്തത് വഖഫ് മുജവ്വസ്, ഒരു സായുടെ അടയാളം. ഇനി ലാ തഖിഫ്, ഒരു ലാമിന്റെ അടയാളം. അപ്പം ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. 12 മാർക്കാണ് ഈ ഒരു പ്രവർത്തനത്തിന് മാത്രം വരുന്നത്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് പ്രത്യേകം പഠിക്കാൻ ശ്രമിക്കുക. ഇനി 5ാമത്തെ പ്രവർത്തനം നുജീബു, ഉത്തരം എഴുതാനാണ്. ഒന്നാമത്തത് ഖറജു, കാനു, സഅലു. അയ്യു അഫ്ആലിൻ ഹാദിഹി.
അപ്പൊ ഇതൊക്കെ ഏത് ഫീലുകളാണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം കുല്ലുഹ അഫ്ആലുൻ മാലിയത്തുൻ ലിൽ ജംഇൽ മുദക്കർ. ജമ്മ മുദക്കറായിട്ടുള്ള മാലിയിൽ ജംഅ മുദക്കറായിട്ടുള്ള ഫീലുകളാണ് മേലെ പറഞ്ഞ ഫീലുകൾ. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നില്ലെങ്കിൽ പകരം 4 തവണ ചൊല്ലേണ്ടുന്ന ദിക്ർ ഏതാണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇനി ആറാമത്തത് നുറത്തിബു, തർത്തീബാക്കിയിട്ട് എഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം, ഫിൽ ഖുർആനി അൽ ബററത്തി അൽ കിറാമി മഅസ് സഫറത്തി അൽ മാഹിറു. അപ്പൊ അത് യോജിപ്പിച്ച് എഴുതുമ്പോ ഇങ്ങനെ വരും, അൽ മാഹിറു ഫിൽ ഖുർആനി മഅസ് സഫറത്തിൽ കിറാമിൽ ബററത്തി. ആ ഒരു രൂപത്തിലാണ് ഓർഡറിൽ എഴുതുക. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിച്ച് അതുപോലെ എഴുതുക. ഒന്നുകൂടെ നോക്കാം. അൽ മാഹിറു ഫിൽ ഖുർആനി മഅസ് സഫറത്തിൽ കിറാമിൽ ബററത്തി. ഇനി രണ്ടാമത്തത് കതബ്തി കതബ്തുന്ന കതബ്തു കതബ്തുമ കതബ്ന. അപ്പൊ അത് ഒരു സറഫാണ്. അപ്പൊ അത് ശരിയായിട്ടുള്ള രൂപത്തിൽ ക്രമത്തിൽ എഴുതുമ്പോൾ കതബ്തി കതബ്തുമ കതബ്തുന്ന കതബ്തു കതബ്ന എന്ന് വരും. ഇനി ഏഴാമത്തെ പ്രവർത്തനം നുസരിഫു, സറഫാക്കാനാണ്. യുഅല്ലിമു എന്നുള്ളത് സറഫാക്കിയിട്ട് എഴുതുക. ഇങ്ങനെ വരും, യുഅല്ലിമു യുഅല്ലിമാനി യുഅല്ലിമൂന തുഅല്ലിമു തുഅല്ലിമാനി യുഅല്ലിംന. അടുത്തത് തുഅല്ലിമു എന്നുള്ളതാണ്. അത് സറഫാക്കുമ്പോൾ തുഅല്ലിമു തുഅല്ലിമാനി തുഅല്ലിമൂന തുഅല്ലിമീന തുഅല്ലിമാനി തുഅല്ലിംന എന്ന് വരും. ഇനി എട്ടാമത്തെ പ്രവർത്തനം നുബയ്യിനു, വ്യക്തമാക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, കൂഫയിലേക്ക് കൊടുത്തയച്ച മുസഹഫിന്റെ കൂടെ അയക്കപ്പെട്ട ഇമാം ആരാണ്? ഉത്തരം അബൂ അബ്ദിറഹ്മാനി സലമി. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന എഴുത്തുകാരൻ ആരായിരുന്നു? ഉത്തരം സയ്യിദ് ബിനു സാബിത് റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ ചോദ്യം, മാദാ കാന ഇസ്മുൽ മദീനത്തി ഖബ്ലൽ ഹിജ്റ. ഹിജ്റയുടെ മുമ്പ് മദീനയുടെ പേര് എന്തായിരുന്നു? ഉത്തരം യസ്രിബ്. ഇനി ഒൻപതാമത്തെ പ്രവർത്തനം നുഅരിബ്, അറബിയിലാക്കാനാണ്. 2 ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ സശ്രദ്ധം കേൾക്കുകയും ശാന്തരാവുകയും ചെയ്യുക. അപ്പൊ അതിന്റെ അറബി വ ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വ അൻസിതു എന്ന് വരും. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ 10 വർഷം ജീവിച്ചു. ആഷ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി 10 സിനീന. ഇനി 10ാമത്തത് നുകമ്മിലു, പൂർത്തിയാക്കാനാണ്. ഒന്നാമത്തത് വല്ലുഹ മുതൽ ഡാഷ് വരെയുള്ള ഡാഷ് അവസാനം ഡാഷ് ചൊല്ലൽ സുന്നത്താണ്. അപ്പൊ അവിടെ പൂരിപ്പിച്ച് ചെയ്തും എങ്ങനെ വരും? വല്ലുഹ മുതൽ അന്നാസ് വരെയുള്ള സൂറത്തുകളുടെ അവസാനം തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. രണ്ടാമത്തത് അഹ്ലുൽ മദീനത്തി ഡാഷ് യുറഹിബു ഡാഷ് ഹീന ഡാഷ് ഇലൽ മദീന. അപ്പൊ അത് പൂരിപ്പിച്ച് എഴുതുമ്പോൾ അഹ്ലുൽ മദീനത്തി കാനു യുറഹിബൂന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന യഖ്ദുമു ഇലൽ മദീന. ഇനി 11ാമത്തത് നക്തുബുൽ മഅന എന്നുള്ളതാണ്. ഐഖള, അതിന്റെ അർത്ഥം ഉണർത്തി, മുസ്തമിഉൻ ശ്രദ്ധിച്ചു കേൾക്കുന്നവൻ. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.